ഫ്ലൈ ഓവർ വളരെ നല്ല രീതിയിലുള്ളൊരു വർക്കുകളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായ ഒരു ഫ്ലൈ ഓവർ വഴിക്കുളങ്ങര ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. വഴിക്കുളങ്ങര ഭാഗത്ത് വരുമ്പോൾ പാലത്തിന്റെ സെന്റർ ഭാഗത്ത് ഇങ്ങനെയാണ്, ജോയിന്റിങ് കഴിഞ്ഞിട്ടില്ല. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറവൂര് വള്ളുവള്ളി ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ നമുക്ക് നല്ല രീതിയിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസ് വള്ളുവള്ളി വന്നിട്ടുള്ള അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ള വർക്കുകളാണ്. അപ്പൊ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കുറച്ച് അപ്പുറത്തെ ഒരു ഭാഗത്തായിട്ട് നിർത്തിയത്. അതിന്റെ ശേഷം ഇവിടുന്ന് അങ്ങോട്ട് ഒരു ബൈപ്പാസ് പോലെയാണ് റോഡ് വർക്ക് നടക്കുന്നത്. ആ ഫ്രണ്ട് ഭാഗത്തൊക്കെ കോട്ടുവള്ളി പറഞ്ഞ ഭാഗത്തേക്കൊക്കെ ഇനി വർക്കുകൾ നടക്കാനുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കുറച്ച് വർക്കുകൾ എന്തൊക്കെ കാണുന്നുണ്ട്, അത് പോയി നോക്കാം. ഇവിടെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് വലിയ മൺകൂനകൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ മുൻവശത്ത് ടാറിങ്ങിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് അവിടെ പോയി നോക്കാം. അപ്പൊ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. നല്ല വെയിലാണ്, ഇപ്പോഴത്തെ വെയിൽ നിങ്ങൾക്ക് അറിയാലോ. ഈ വെയിലൊക്കെ കൊണ്ട് ഇവിടെ നടക്കുകയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെയൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ടാറിങ്ങിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. മെറ്റൽ മിക്സ് ചെയ്ത ഭാഗത്ത് ടാറിങ് എങ്ങനെ എന്തോ ഒഴിച്ചിട്ടുണ്ട്, ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. ആ പാലത്തിന്റെ ആ ഹൈറ്റിലേക്ക് കറക്റ്റായിട്ട് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് ടാറിങ്ങിന് വേണ്ടി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പാലത്തിന്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പൊ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഈ വെയിലും കൊണ്ടൊക്കെ ഇവിടെയൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങളൊക്കെ തരുന്ന ആ ഒരു സ്നേഹമാണ്. ചില സമയത്തൊക്കെ ഓരോ ഭാഗത്തൊക്കെ പോയി എടുക്കുമ്പോൾ എണ്ണ പൈസ പോലും കിട്ടാറില്ല. അപ്പൊ നമുക്ക് ഇവിടെ കാണുന്നത് ഇനി പാലത്തിന്റെ മുകളിൽ ജോയിന്റിങ്ങിന്റെ വർക്കുകളൊക്കെ ഇനി നടക്കാനുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് കാണുന്നുണ്ട്, കമ്പിയൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്. ജോയിന്റിങ് വർക്ക് ചെയ്യാനുണ്ട്. ക്രഷ് ബാരിയർ ഇവിടെ ജോയിന്റിങ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു ഫുട്പാത്ത് വരുന്നുണ്ട്. ഇവിടെ ഫുട്പാത്ത് രണ്ട് സൈഡിലും ഫുട്പാത്ത് ഉണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഫുട്പാത്തുകളുണ്ട്, പക്ഷേ ഫുട്പാത്ത് ഹൈവേയിലേക്ക് വന്ന് കയറുന്നത് അതെന്താണ് പ്രയോജനം ഇല്ലാത്തൊരു രീതിയിലായിരിക്കും. കണ്ടില്ലേ, ഇവിടെ ജോയിന്റിങ് വർക്ക് ഇനി വരാനുണ്ട്. ആ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മണ്ണ് ഇട്ട് ഉയർത്തുന്നുണ്ട്. ആ ഭാഗത്ത് കാണുന്നുണ്ട്. പാലത്തിന്റെ സെന്റർ ഭാഗത്ത് ഇങ്ങനെയാണ്, ജോയിന്റിങ് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ കമ്പിയൊക്കെ പൊങ്ങി കിടക്കുന്ന രീതിയിലാണ്. ക്രാഷ് ബാരിയറിന്റെ ഭാഗത്തും അതുപോലെ ഈ ഭാഗത്തൊക്കെ. ഇതാണ് പുഴ. ഈ പുഴയുടെ പേര് എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ്. പാലം കണ്ടില്ലേ, നല്ല രീതിയിൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ഹോളുകൾ ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടുള്ള ഭാഗത്താണ് ഇനി മണ്ണ് നിറച്ചു കൊണ്ടുവരാനുള്ളത്. അവിടെ വലിയ മൺകൂനകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുവഴി അങ്ങോട്ട് പോകാനൊന്നും പറ്റാത്തൊരു രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വഴി കൂടെ തന്നെ പോകാൻ, മുൻവശത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. എല്ലാ സ്ഥലത്തിൻ്റെ പേരും കറക്റ്റൊന്നും അറിയില്ല. ഇങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ കമ്പിയൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ മുൻവശത്തേക്ക് പോയി നോക്കാം. പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിക്ക് വരുന്ന ഭാഗത്ത് ഇങ്ങനെയാണ്. ഇവിടെ കുറച്ച് ചതുപ്പായ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. അവിടെയൊക്കെ വെള്ളം കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ല താഴെ ഭാഗത്തുനിന്ന് കോൺക്രീറ്റ് വാൾ കെട്ടിക്കൊണ്ടുവരുന്നുണ്ട് ഈ ഹൈറ്റിലേക്ക്. അവിടെയാണ് നമ്മൾ തുടങ്ങിയത്. ആ ഭാഗം നമ്മുടെ അണ്ടർപാസിൻ്റെ ആ ഹൈറ്റിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളതാണ്. കുറച്ച് ഭാഗമൊക്കെ കട്ട വെച്ചായിരിക്കാം. ഈ ഭാഗത്ത് കുറച്ച് ഒരു ചതുപ്പായൊരു ഭാഗമാണ്. പിന്നെ ഈ അവിടെ ഒരു ചെറിയ ഒരു കണ്ടില്ല, ഒരു ബൈക്കൊക്കെ പോകുന്ന ഒരു പഞ്ചായത്ത് റോഡുണ്ട്. അതിൻ്റെ ഭാഗത്തും ഒരു അണ്ടർപാസ് വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അവിടെ കുറച്ച് ജോയിന്റിങ്ങിൻ്റെ ബാക്കി വരാനുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ കുറച്ച് വണ്ടിയൊക്കെ പോകുന്ന രീതിയിൽ കിടക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള
കഴിഞ്ഞ ഭാഗത്ത് കുറച്ച് ഭാഗമാണെങ്കിൽ അവർ ടാറിങ്ങിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് ഭാഗമാണെങ്കിലും ടാറിങ്ങിന് വേണ്ടി ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മണ്ണിട്ട് നിറച്ച് കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. വള്ളുവള്ളി, കോട്ടുവള്ളി, ചെറിയാപ്പള്ളി. അപ്പോൾ ഇതാണ് ചെറിയാപ്പള്ളി. അങ്ങനെ കുറേ പള്ളികളുണ്ട്. ഇവിടെ വരുന്ന ഒരു തോടിൻ്റെ മുകളിലൂടെ വരുന്ന ഒരു ചെറിയ ഒരു പാലാണിത്. അവിടെ നമുക്ക് കാണാം ഒരു സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു പാലത്തിൻ്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത്. ഇവിടെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തെ. അപ്പം ഇനി ഈ ഭാഗത്തേക്കുള്ള ഈ പാലത്തിൻ്റെ ഭാഗത്തേക്ക് ഹൈറ്റിലേക്ക് ഉയർത്തി കൊണ്ടുവരാനാണ് ഈ മണ്ണൊക്കെ ഇവിടെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ പാലത്തിൻ്റെ അവിടെയുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞ് അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷമായിരിക്കും ഇവിടെ മണ്ണിട്ട് ഉയർത്തി ഇവിടെ ബാക്കിയുള്ള വർക്കുകളൊക്കെ. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ആ ഭാഗത്ത് ഒരു പാലം കാണുന്നുണ്ടാവും, അറിയില്ല. ആ ഭാഗത്താണ് അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ആ അണ്ടർപാസിൻ്റെ ഭാഗത്ത് അതുവഴി ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ വരെ ഹൈറ്റിലേക്ക് മണ്ണിട്ട് ഉയർത്താനുണ്ട്. ഇപ്പോൾ കുറേ മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ചെറിയ രീതിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കഴിയാത്തത്. ഇവിടെ കണ്ടില്ലേ, മണ്ണ് കൂട്ടിയത് കൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം ഒരു ഭാഗം. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക്. ഇനി സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ അവിടുത്തെ മണ്ണിട്ട് ഉയർത്തൽ കഴിഞ്ഞിട്ട് ശേഷമായിരിക്കും ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ തുടങ്ങുക. അപ്പോൾ ഇനി മുൻവശത്തേക്ക് പോയി നോക്കാം. വഴിക്കുളങ്ങര ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. വഴിക്കുളങ്ങര ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നത്. ഒരു സൈഡിൽ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്ന വർക്ക് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ്, ഇങ്ങനെയാണ് ഡ്രൈനേജ് വർക്ക് നടക്കുന്നത്. സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്കൊക്കെ നേരത്തെ തന്നെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ മണ്ണ് മൂടി കിടക്കണം. അതൊക്കെ ക്ലിയർ ചെയ്താൽ റെഡിയാവും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വർക്കുകൾ നടക്കുന്നത്. ഇവിടെ ഒരുപാട് വർക്കുകൾ ഇനിയും നടക്കാനുണ്ട്. ക്രഷ് ബാരിയർ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളൂ, ടാറിങ് ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുള്ളൂ. കട്ട വെച്ചുള്ള ഭാഗങ്ങൾ മണ്ണ് നിറച്ച് ഉയർത്തി കൊണ്ടുവരുന്ന വർക്കുകളൊക്കെയാണ്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് കഴിഞ്ഞ ഭാഗത്ത് കുറേ ക്രഷ് ബാരിയറുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡ് ക്രഷ് ബാരിയർ ആയതുകൊണ്ടാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് പിന്നീട് പിടിപ്പിക്കുന്നത്. നമ്മൾ കോഴിക്കോട് ജില്ലേൻ്റെ ഭാഗത്തും അതുപോലെ കണ്ണൂർ, മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊന്നും ഈ ഡിസൈനിലല്ല ചെയ്തിട്ടുള്ളത്. അവിടെ കമ്പി നേരത്തെ തന്നെ ഇങ്ങനെ കമ്പി പൊക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ മെഷീൻ ഉപയോഗിച്ചാണ് ക്രഷ് ബാരിയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ പിടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ വേറൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതൊക്കെ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി നോക്കാം. വഴിക്കുളങ്ങര ഭാഗത്ത് വന്നിട്ടുള്ള ഒരു അണ്ടർപാസ് ആണിത്. അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ബൈപ്പാസ് പോലെ അങ്ങോട്ട് പോവാണ്, ടൗണിനെ കവർ ചെയ്തിട്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ താഴ്വശത്തേക്ക് പഴയ റോഡ് കുറച്ച് ഭാഗം ഇവിടെ കാണാം. പുതിയ റോഡിന് വേണ്ടിയിട്ട് മണ്ണ് നീക്കി മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് ഒഴുക്കി വെച്ചിട്ടുണ്ട്. ഇനി ടാറിങ് ചെയ്യാനുള്ള ഒരു ഭാഗം ക്ലിയർ ചെയ്ത് വെച്ചാണ്. സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കട്ട വെച്ചുള്ള വർക്കുകൾ ഇവിടെ കാണാം. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അതും കഴിഞ്ഞിട്ടുണ്ട്, കട്ട വെച്ചുള്ള വർക്കുകൾ. ഇനി ജോയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ജോയിൻറ്റിങ്ങിൻ്റെ വർക്ക് വേണ്ടിയുള്ള ആ പകുതി സ്ലാബ് ചെയ്യാമല്ലോ, ആ സ്ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട വെച്ച ഭാഗത്താണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളതും ഇങ്ങനെയുള്ള വർക്കൊക്കെ വരാനുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്ത് ഹൈറ്റിലേക്ക് എത്തിയിട്ടില്ല. കുറേ ഭാഗത്തേക്ക് ഇനിയും ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ വരാനുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിലൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോയി നോക്കാം. വലിയൊരു അണ്ടർപാസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ മുന്നിക്ക് വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്, അടിപൊളിയായിട്ട് വർക്കുകൾ കഴിഞ്ഞൊരു ഭാഗം. കൊടക്കമംഗലം എന്ന് പറഞ്ഞ ഭാഗത്ത്
വർക്ക് കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇവിടെ ക്രാഷ് ബാരിയറുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കുറേ ലോങ് ആയിട്ട്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ബൈപ്പാസ് പോലെയാണ് വന്നിട്ടുള്ളത്. വെയിൽ കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്, അത്രക്കും ചൂടാണ്. ഇപ്പം നമ്മൾ കണ്ട റോഡിന്റെ ഭാഗം കഴിഞ്ഞ് വരുമ്പോൾ കണ്ട ഒരു ഭാഗമാണത്. പറവൂർ പെരുമ്പടന്ന ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഫ്ലൈ ഓവർ. വളരെ നല്ല രീതിയിലുള്ളൊരു വർക്കുകളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായ ഒരു ഫ്ലൈ ഓവർ. ഇങ്ങനെയുള്ള ഫ്ലൈ ഓവർ നമ്മളിപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇതുവരെ വരുമ്പോഴൊന്നും എവിടെയും കണ്ടിട്ടില്ല. അതുപോലുള്ള ഗർഡർ വെച്ച ഫ്ലൈ ഓവറാണ് കണ്ടിട്ടുള്ളത്. ഇത് ഒരു വ്യത്യസ്തമായ ഡിസൈനിലാണ്. കാസർഗോഡൊക്കെ ഇതുപോലെ ഒറ്റത്തൂണിൽ വന്നിട്ടുള്ള ഒരു പാലല്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ഡിസൈന് വന്നിട്ടുള്ളത്. ഒരു ബോക്സ് ഇങ്ങനെ ടൈപ്പിലാണ് അത് വന്നിട്ടുള്ളത്. അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പീസ് സാധാ നമ്മുടെ ഗർഡർ സ്റ്റൈലിൽ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ മുകൾ ഭാഗത്തൊക്കെ ജോയിൻറ്റിങ് വർക്കുകൾ വരാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയില്ല കേട്ടോ. ഇതൊരു ലെങ്ത്ത് കൂടിയ ഒരു ഭാഗം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. കുറച്ച് ഇത് കൂടുതലാണ്, ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൂടുതലാണ്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പെരുമ്പടന്ന ഭാഗത്ത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.